ഫ്രണ്ട്സ്, അപ്പം ഹെയർ കെയറിന് ശേഷം അടുത്തതായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് സ്കിൻ കെയർ ആണ്. അപ്പം നല്ല പഴുത്ത പപ്പായ എപ്പം കിട്ടിയാലും ഞാനിത് ഇടയ്ക്ക് ട്രൈ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല പഴുത്ത പപ്പായ എടുത്ത് ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഐസ് റോളറിനകത്ത് ഒഴിച്ച് വെച്ച് 1 ഡേ ഇത് ഫ്രീസ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ ശേഷം തന്നെ ഞാൻ ക്ലെൻസർ ഇട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഐസ് റോളർ എടുത്ത് നോക്കിയപ്പം തന്നെ അത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ഇത് മുഖത്തിടണോ കഴിക്കണോ എന്ന് ഞാൻ കുറേ നേരം ആലോചിച്ചതിന് ശേഷം മുഖത്ത് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിൽ മാംഗോ ബാറിൻ്റെയൊക്കെ കണക്കുണ്ടായിരുന്നു ഏകദേശം. ഫേസ് എല്ലായിടത്തും എത്തുന്ന കണക്ക് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുക. ഞാൻ ചുണ്ടിലും തേക്കുന്നുണ്ട്. അപ്പം നല്ലതാണ് ചുണ്ടിൽ തേച്ചാൽ. എന്നിട്ട് അണ്ടർ ഐയിലും ഫേസിലും എല്ലാം നന്നായിട്ട് തേച്ചു. അപ്പോഴത്തേക്ക് ഇത് രണ്ടായിട്ട് മുറിഞ്ഞു വന്നു. പക്ഷെ ഞാൻ കൈ വിട്ടില്ല. വീണ്ടും അതെടുത്ത് വീണ്ടും മുഖത്ത് നല്ല കണക്ക് റബ്ബ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ കൈ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിക്ക് നമ്മൾ മസാജ് ചെയ്യരുത്, നല്ല സോഫ്റ്റായിട്ട് ചെയ്യണം. ഇതിൽ ഇത്തിരി വീഡിയോ ഫാസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് സ്പീഡിന് ചെയ്യുന്ന കണക്ക് തോന്നും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. അതിനുശേഷം ഞാൻ കഴുത്തിലോട്ടും അപ്ലൈ ചെയ്യുന്നുണ്ട്. കഴുത്തിലും അപ്ലൈ ചെയ്ത് ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് മുഖത്ത് വെക്കണം. അതിന് ശേഷം നമുക്ക് നല്ല പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് ഫേസ് നല്ലതായിട്ട് കഴുകാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ക്ലെൻസർ ഇട്ട് നല്ലതായിട്ട് മുഖം കഴുകിയതുകൊണ്ട് വീണ്ടും ഞാൻ ഇത് കഴുകി കളഞ്ഞതിന് ശേഷം ക്ലെൻസർ ഇട്ട് കഴുകിയിട്ടില്ല. ഫേസ് ഒന്ന് ജസ്റ്റ് തുടച്ചെടുത്തതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ ഇടണം. ആ ഫേസിൽ ഏത് പാക്ക് ഉപയോഗിച്ചാലും മോയ്സ്ചറൈസർ ഇടാറുണ്ട്. നല്ലോണം മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം നമ്മുടെ ചുണ്ടും നന്നായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ചെറിയൊരു ലിപ് ബാമും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫേസ് വൈറ്റനിങ് ആവാൻ വേണ്ടിയിട്ടല്ല, നല്ല സോഫ്റ്റ് ആവാനും നല്ല സ്മൂത്ത് ആവാനും വേണ്ടിയിട്ടാണ്. ഇത് ഉപയോഗിച്ചതിന് ശേഷം ഫേസ് വൈറ്റനിങ് ആയില്ലെന്ന് പറഞ്ഞാൽ ആരും വന്ന് എന്നെ തെറി വിളിക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.